ഇത് ഡിസംബർ 2024 റെഗുലർ എക്സാമിനേഷനിൽ 2024 സ്കീമാരുടെ തന്നെ റെഗുലർ എക്സാമിനേഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീമ ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 10xy e raised to minus x square plus y square. അപ്പോൾ ലോക്കൽ എക്സ്ട്രീമിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്കറിയാം എന്തായാലും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇതിൽ കാണണം. അപ്പോൾ ആദ്യം എഫ് എക്സ് എഫ് ഐ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സിൻ്റെ ഫോർമുല ആദ്യം നമ്മൾ എഫ് എക്സ് ചെയ്യണമല്ലോ. എഫ് എക്സ് എങ്ങനെ കാണാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ എന്താണ് നമ്മൾക്ക് കോൺസ്റ്റൻസ് എന്തൊക്കെയാണ്? വൈ ഒക്കെയാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ 10 എന്നുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എന്തായാലും എടുത്ത് വെക്കാം. ഓക്കെ, 10 അത് മാത്രമല്ല 10 എന്നുള്ളൊരു ടേം ഉണ്ട്, അതിന് പുറത്തേക്ക് എടുക്കാം. ഇനി വൈ എന്നുള്ളൊരു ടേം ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, സോ അതിനും പുറത്തേക്ക് എടുക്കുക അല്ലേ. 10 മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കണം, ഇതിനും കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് 10ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അത് രണ്ടും ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ഉള്ളത് എന്താ? എക്സ് ഉണ്ട്, ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ അവിടെ 0 ആണ്, നമുക്ക് ആവശ്യമില്ല കാരണം കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നോക്കിയ ആദ്യത്തെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കിയേ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെയാണ് ഈ ടേംസിൽ എന്തൊക്കെയാണ് കോമൺ? ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആയിട്ടില്ലേ, അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 10y ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ അവിടെ ഉള്ളത്? എക്സ് ഇൻറ്റു മൈനസ് 2x ഉണ്ട് അവിടെ. അപ്പം അതെന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു മൈനസ് 2x എന്ന് പറയുമ്പോൾ മൈനസ് 2x സ്ക്വയർ. ബാക്കി ഇവിടെ നിന്ന് അല്ലേ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്ത്, അപ്പോൾ പ്ലസ് 1 ബാക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എക്സ്. ഇനി എഫ് വൈ ഇതുപോലെ കാണുകയാണെങ്കിൽ എന്തായിട്ടുണ്ടാവുക? എഫ് വൈ ഇസ് ഈക്വൽ ടു നോക്കിക്കേ ഇവിടെ 10 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 10ഉം എക്സും കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് ഞാൻ രണ്ടെണ്ണത്തിന് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണുള്ളത് അവിടെ? ബാക്കി വൈ ഉണ്ട്, ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? വൈ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു പ്ലസ് ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ബാക്കി അപ്പോൾ എന്താ ഉണ്ടാവുക? വൈ ഇൻറ്റു മൈനസ് 2y, അപ്പോൾ 2y സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തായിട്ട് കിട്ടിയത്? നമ്മുടെ എഫ് എക്സും എഫ് ഐ ആയിട്ട് കിട്ടിയത്. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കാണണമല്ലോ. ക്രിട്ടിക്കൽ പോയിന്റ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഫ് എക്സ് ഈക്വൽ ടു 0 ആവണം, എഫ് വൈ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ഈ സാധനങ്ങൾ രണ്ടും ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? 10y ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അതുപോലെ ഇവിടെ എന്താ 0 ആവണ്ടേ? 10x ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 2y സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു അതും 0 ആവണം. ഓക്കെ, അപ്പോൾ ഇത് 0 ആവുന്ന ആ എക്സും വൈനും ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിനും വൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് വിളിക്കുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ 10y ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഏതൊക്കെയോ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്ട്സ് എടുത്ത സമയത്ത് എന്താണ് നമുക്ക് 0 കിട്ടിയ, അതിനർത്ഥം ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം എന്നല്ലേ. ഓക്കെ, 10 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം 10 എന്ന് ഒരിക്കലും 0 അല്ല. അപ്പോൾ അതിൻ്റെ കേസ് അവിടെ വിടാം. ബാക്കി എന്തൊക്കെയാണ് ചാൻസ് ഉള്ളത്? ബാക്കി y ഈക്വൽ ടു 0, പിന്നെ ഇ റേസ്ഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0, അതൊരു ചാൻസ് ആണ്. പിന്നെ അടുത്ത ചാൻസ് എന്താണ്? മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ഒരു ചാൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഈ കേസ് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് 0 ടു ഇൻഫിനിറ്റി ആണ്, അത് ഒരിക്കലും 0ലേക്ക് വരുന്നില്ല.
എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും 0 to ∞ ആണ്. 0 ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് നമുക്ക് ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ y = 0 എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അടുത്ത പോയിന്റ് ഇവിടെ നിന്ന് എന്താ കിട്ടുക? -2x² + 1 = 0. സോ -2x² = -1 എന്ന് കിട്ടി. അപ്പോൾ x² = 1/2 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ x = ±1/√2. അപ്പോൾ ഇതാണ് ഒരു വാല്യൂ കിട്ടിയത്. സോ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ഒന്ന് y = 0 കിട്ടി, x = ±1/√2 കിട്ടി. ആ കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ FYയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. FXും FYയും ഒരുമിച്ച് 0 ആവുന്ന, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന XY ആണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ FX FY എക്സിസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കണം. അപ്പോൾ FYയിൽ y = 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, y = 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 10x e raised to -x². ഇത് × 1 എന്നുള്ളത് അത് അവിടെ തന്നെ കിടക്കട്ടെ, = 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിങ്ങനെ വരും. കാരണം ഇവിടെ എന്താണ് y² എന്ന് പറഞ്ഞാൽ 0 അല്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിക്കേ, നേരത്തെ പോലെ തന്നെ രണ്ടല്ല 3 ഫംഗ്ഷൻസ് ഉണ്ട് ഇവിടെ. 3 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് 0. 10 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, പക്ഷെ എന്താണ് 10 ഒരിക്കലും 0 ആവില്ല. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള കേസ് x = 0യും e raised to -x² = 0 ആണ്. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം കൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. കാരണം 0 to ∞ റേഞ്ച് ആണ് ഈ എക്സ്പോണൻഷ്യലിൽ. അപ്പോൾ നോക്കിക്കേ, y 0 ആകുമ്പോൾ എക്സിൻ്റെ പോയിന്റ് എന്താണ്? 0 ആണ്. Therefore 0,0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ കിട്ടി. 0,0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാമല്ലോ. അടുത്ത എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് x = ±1/√2 ആണ്. അപ്പോൾ നമുക്ക് +1/√2 എന്താണെന്ന് നോക്കാം. ഓക്കെ, 1/√2 എടുക്കുന്ന സമയത്ത് when x = +1/√2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? 10 × 1/√2 e raised to -1/√2² എന്ന് പറയുമ്പോൾ അത് 1/2 ആണല്ലേ. അപ്പോൾ 1/2 തന്നെ എഴുതാം. 1/2 + y², ഇനി -2y² + 1 = 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? e raised to -1/2y², 1/2 + y² = 0 ആവണം. അല്ലെങ്കിൽ -2y² + 1 = 0 ആവണം. ഇത് നടക്കില്ല. കാരണം എന്താണ്? ഏത് വാല്യൂ വന്നാലും എന്താണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരിക്കലും അതിൻ്റെ റേഞ്ച് എന്താവില്ല? 0 വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കില്ല. പിന്നുള്ള കേസ് ഇതാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്ന സമയത്ത് 2y² = -1. സോ y²ൻ്റെ വാല്യൂ 1/2. സോ yൻ്റെ വാല്യൂ +or-1/√2 എന്ന് കിട്ടി. സോ x 1/√2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. Therefore ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ത് കിട്ടി? x 1/√2 ആകുമ്പോൾ ഒന്നെങ്കിൽ 1/√2 തന്നെ y വരും, അല്ലെങ്കിൽ 1/√2 x വരുന്ന സമയത്ത് -1/√2 ആയിരിക്കും അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ്. ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, ഇവിടെ കഴിഞ്ഞോ? ഇല്ല. നമുക്ക് x = -1/√2 എന്നുള്ള കേസും കൂടി കൊടുക്കട്ടെ. അപ്പോൾ x = -1/√2 ആകുമ്പോൾ when x = -1/√2 നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുന്നത്? അവിടെയുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? 10 × 1/√2 e raised to -1/√2 -1/√2² എന്താണ്? അത് 1/2 തന്നെ. 1/2 + y² × 1 - 2y² = 0. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസ് ഒരിക്കലും പോസിബിൾ ആവില്ല. ആ കൂടെ നടക്കുന്ന കേസ് ഏതാണ്? 1 - 2y² = 0 എന്നുള്ള കേസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതൊന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? y² = 1/2. സോ y = +or-1/√2 എന്ന് കിട്ടും. സോ x -1/√2 ആവുമ്പോൾ y ഒന്നെങ്കിൽ 1/√2 ആവും, അല്ലെങ്കിൽ x എന്തായിരിക്കും? x -1/√2 ആവുമ്പോൾ y -1/√2 കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. സോ നമുക്ക് എത്ര ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി? Therefore, അപ്പോൾ കിട്ടിയ എല്ലാത്തിനും നമുക്ക് ടോട്ടലായിട്ട് എഴുതണ്ടേ? Therefore the critical points are എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്? 0,0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. 1/√2, 1/√2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. -1/√2, -1/√2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പിന്നെ -1/√2, 1/√2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പിന്നെ 1/√2, പിന്നെ -1/√2,
ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. സോ 5 ക്രിട്ടിക്കൽ പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ FXX FYY മൈനസ് FXY ഹോൾ സ്ക്വയർ അത് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് FXX FYY FXY ഇതൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഞാനിവിടെ നമുക്ക് കിട്ടിയ FXFY ഒന്ന് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ FXX കാണണ്ടേ? FXX കാണുന്ന സമയത്ത് വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, y കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 10y ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ e⁻−x² + y² അതുപോലെ തന്നെ എഴുതി. ഇനി 1 - 2x² ഡെറിവേറ്റീവ് എന്താ വരിക? അത് -4x ആണ് അല്ലേ? നമുക്കറിയാം -4x ആണ്. പ്ലസ് e⁻−x² + y² ഡെറിവേറ്റീവ് ആണ് e⁻−x² + y² തന്നെയാണ്. ഇൻറ്റു അതിന് കൂടെ ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടി എടുക്കണ്ടേ? x² + y². അപ്പോൾ -2x ഇൻറ്റു 1 - 2x² എന്ന് വരും. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അല്ലേ? അപ്പം നോക്കിക്കേ, അപ്പോൾ ഇതെന്താണ്? 10y ഇൻറ്റു ഇവിടെ e⁻−x² + y² ഒരുപാട് സ്ഥലത്തില്ല. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. e⁻−x² + y² -4x ഉണ്ട്. ഇനി -2x എന്താ പറയുക, ഇത് വരുമ്പോൾ -2x. ഇനി -2x - 2x² എന്ന് പറയുമ്പോൾ +4x³ ആയിട്ട് മാറി. അപ്പോൾ 10y² എന്ത് കിട്ടും? 10y e⁻−x² + y². അപ്പോൾ -6x + 4x³ എന്നായി. ഓക്കെ, ഇതാണ് നമ്മുടെ FXX. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും FYY എന്താണെന്നും കൂടി ചെക്ക് ചെയ്യാം. FYY എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? FYY = നേരത്തെ ചെയ്ത പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 10x ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ e⁻−x² + y². ഇനി 1 - 2y² ഡെറിവേറ്റീവ് പറയുമ്പോൾ -4y + e⁻−x² + y². പിന്നെന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ -2y ഉണ്ടാവും. പിന്നെ 1 - 2y². ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10x e⁻−x² y² ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് എന്താണ്? -4y. ഇനി -2y -2y + 4y³ ആയിട്ട് മാറി. സോ FYY എന്ത് കിട്ടി? FYY = 10x e⁻−x² + y² -6x + 6y അല്ല ഇവിടെ വരാം, -6y + 4y³ എന്നായി. ഓക്കെ, അപ്പോൾ ഇതാണ് FYY. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്കിനി FXY എന്നും കൂടി കിട്ടിയാൽ കഴിഞ്ഞു. FXY കണ്ടുപിടിക്കണം. അപ്പോൾ FXനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താ പറയുക, y ഡെറിവേറ്റീവ് എടുക്കുന്നതിനാണ് FXY എന്ന് പറയുന്നത്. അപ്പോൾ FXY എന്ന് പറയുമ്പോൾ x ആണ് കോൺസ്റ്റൻറ്റ് ഇവിടെ. അപ്പോൾ എക്സിൻ്റെ ടേംസ് വരുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 10 പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുന്ന ടേമാണ് 1 - 2x². കാരണം x കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി നോക്കിയേ, ബാക്കി y എന്ന് പറയുമ്പോൾ y എന്ന് പറയുമ്പോൾ y അതുപോലെ തന്നെ എഴുതാം. എന്നിട്ട് e⁻−x² + y². അതിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ ഇൻറ്റു എന്ത് വരും? -2y പ്ലസ് അടുത്തെന്താണ്? വൈൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ 1. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. എന്നിട്ട് e⁻−x² + y². ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നോക്കി, ഇതിൽ എന്താണ് പുറത്തേക്ക് എടുക്കാനുള്ളത്? 10 × 1 - 2x². ഇനി e⁻−x² + y² പുറത്തേക്ക് എടുക്കാം, കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. ഇൻറ്റു എന്താണ്? -2y² + 1. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10 × 1 - 2x² e⁻−x² + y² ഇൻറ്റു 1 - 2y² എന്ന് കിട്ടി. സോ FXYയും FXXും FYY ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്, ഇതന്നെയാണ് ആൻസർ കീയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതന്നെയാണ് കറക്റ്റ് ആൻസേഴ്സ്. എന്തായാലും നമുക്ക് ടേബിൾ വരയ്ക്കാൻ നേരം. അപ്പം നമ്മൾ പൊതുവേ വരയ്ക്കുന്ന ടേബിൾ എങ്ങനെയാണ്? പോയിൻറ്റ്സ്, പിന്നെന്താണ്? FXX FYY -FXY ഹോൾ സ്ക്വയർ, അങ്ങനെ ഒരു ടേബിളല്ലേ വരയ്ക്കുക. പിന്നെ FXX സൈഡിലുണ്ടാവും, മാക്സിമം ആണ് മിനിമം എന്നൊക്കെ ഉണ്ടെങ്കിൽ. നമുക്ക് ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ടേബിൾ വരയ്ക്കേണ്ട. കാരണം ഇത് FXX FYY FXY ഒക്കെ വലിയ വലിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടേബിൾ ഇങ്ങനെയാക്കാം. അതായത് പോയിൻറ്റ്സ് ഇവിടെ, FXX ഇവിടെ, അതിൻ്റെ FYY വാല്യൂ ഇവിടെ, FXYൻ്റെ വാല്യൂ ഇവിടെ. ഓക്കെ, അങ്ങനൊരു
ടേബിൾ വരയ്ക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു? 0,0 ആണ് ആദ്യത്തെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ FX കൊടുക്കുന്ന സമയത്ത് FX 0 കൊടുത്തു കഴിഞ്ഞാൽ അതാ ഓക്കെ 0,0 അല്ല നമ്മുടെ പോയിൻ്റ്. Y എന്നുള്ളൊരു ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 0 ആവില്ലേ? മൊത്തം ടേം 0 ആയി പോയില്ലേ? കാരണം Y എന്നുള്ളൊരു ടേം 0 ആയാൽ മൊത്തം 0 ആയി. എക്സിൻ്റെ ഇവിടെ നോക്കി FYY 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം ടേം 0 ആയി പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ XX YYയും 0 ആണെന്ന് കിട്ടി. ഇനി XYൻ്റെ കേസ് നോക്കാം. XYൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 10 ഇൻറ്റു അടുത്ത x² എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു e⁻0 എന്നുള്ള സാധനം വന്നു. e⁻x² + y² എന്ന് പറഞ്ഞാൽ 0 അല്ല. അപ്പോൾ e⁻0. ഓക്കെ, e⁻0. ഇനി 1 മൈനസ് y² എന്ന് പറഞ്ഞാൽ അത് വീണ്ടും പോയി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10 എന്നിട്ടു. കാരണം 10 ഇൻറ്റു 1 ഇൻറ്റു e⁻0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 10 ആണ് FXY എന്ന് കിട്ടിയത്. സോ 10 ആണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓരോന്ന് ചെയ്യാം. അടുത്ത എന്താണ്? അടുത്ത 1/√2 എന്നുള്ള വാല്യൂ എടുക്കാം. ഓക്കെ, 1/√2 എന്നുള്ള വാല്യൂ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ 1/√2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 1/√2 അപ്പം 10 ഇൻറ്റു 1/√2 e⁻1/√2² എന്ന് പറഞ്ഞാൽ 1/2. പിന്നെയും എന്താണ് 1/√2² എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1/2 + 1/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ e⁻1 എന്ന് കിട്ടി. ഇനി -6/√2 പ്ലസ് അടുത്ത എന്താണ് 4/2√2. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 10/√2 e⁻1 അതുപോലെ തന്നെ കിടക്കട്ടെ -6/2√2. അപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കുറവില്ല. അപ്പോൾ -12 + 4 / 2√2 എന്നായി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 10/√2 e⁻1. -12 + 4 എന്ന് പറഞ്ഞാൽ അതെന്താണ്? -8 / 2√2. ഓക്കെ, ഇവിടെ നോക്കിക്കേ 2√2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ അത് 4 ആണ് അല്ലേ? ഈ താഴത്തെ ടേംസ് 4 ആണ്. ഇവിടെ -8 അല്ലേ ഉള്ളത്? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് എന്താ വരിക? അവിടെ -2 എന്ന് വരും. സോ -2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ -20 e⁻1 എന്ന് വരും. അപ്പോൾ കിട്ടിയ ടേം എന്താണ്? -20 e⁻1. അതുപോലെ തന്നെ FYYയിൽ കൊടുക്കുന്ന സമയത്ത് ഇതേ സാധനം തന്നെയായിരിക്കും ഏകദേശം കിട്ടാൻ പോകുന്നത്. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയല്ലേ? അപ്പോൾ 10 ഇൻറ്റു √2 e⁻ ഇവിടെ 1/√2² എന്ന് പറഞ്ഞാൽ അത് 1 1/√2² എന്ന് പറഞ്ഞാൽ 1/2. ഇവിടെയും 1/√2² എന്ന് പറഞ്ഞാൽ അത് 1/2. അപ്പോൾ 1/2 + 1/2 പറഞ്ഞാൽ -1. സോ -1. ഇനി -6/√2 പ്ലസ് 4/2√2 എന്നായി മാറി. ഓക്കെ, ഇതും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതന്നെ കിട്ടുള്ളൂ. -20/20 e⁻1 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി FXYൻ്റെ കേസിലാണ് നമുക്ക് നോക്കേണ്ടത്. FXYൻ്റെ കേസിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ടേം ഉണ്ട് 1 - 2 ഇൻറ്റു 1/√2² എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? അപ്പോൾ ഇതെന്തായിട്ട് മാറി? 1 - 1/2 × 1/2 പറഞ്ഞാൽ 1 - 1. അപ്പോൾ അത് 0 ആയിട്ട് മാറി. ഈ ടേം 0 ആയി കഴിഞ്ഞാൽ മൊത്തം ടേം 0 ആയില്ല. അപ്പോൾ FXY 0 കിട്ടി. ഓക്കെ, ഇതുപോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ടേംസ് ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. കാരണം എല്ലാം -1/√2 1/√2 അങ്ങനെയുള്ളൊരു ടേംസിലല്ലേ കിട്ടുന്നത്. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് തന്നെ -20 e⁻1 -20 e⁻1 0. ഞാൻ ബാക്കി എഴുതുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ബാക്കി നിങ്ങൾ തന്നെ സ്വന്തം ചെയ്തോളൂ. മാത്സ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. പിന്നെ 1/√2 -1/√2 ആ പോയിന്റിൽ എന്താ വരിക? അപ്പോൾ 1/√2 -1/√2 പറയുമ്പോൾ 20 e⁻1. അതുപോലെ തന്നെ 20 e⁻1 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ -1/√2 1/√2 എന്നുള്ള പോയിന്റിൽ നമുക്ക് കിട്ടും 20 e⁻1 20 e⁻1 0. സോ ആൻസർ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കാം എന്താ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് FXX FYY FXY (2) കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ടേബിളും കൂടി നമുക്ക് ഇവിടെ നിന്ന് വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസറും ഞാൻ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ബാക്കി മനസ്സിലാവുള്ളൂ. സോ FXX FYY -FXY (2) എന്താണെന്നുള്ളതെന്ന് നോക്കാം. ഇവിടെ എന്താണ് 0 0 എന്നുള്ള പോയിന്റ് രണ്ടും 0 ആണ്. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -100 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ കാര്യം എന്താണ്? ഇവിടെ -20 e⁻1 -20 e⁻1. അപ്പോൾ അത് -40 ആവില്ല. 40 അല്ല ഉള്ളൂ, മൈനസ് ആകുമ്പോൾ. അപ്പോൾ 40 e⁻2 ആയിട്ട് മാറി. അതുപോലെ തന്നെ 40 അല്ല 400 e⁻2
400 e⁻². അതുപോലെ തന്നെ ഇതും 400 e⁻² ആയിട്ട് മാറും. ഇതും അതുപോലെ തന്നെ 400 e⁻² ആയിട്ട് മാറും. ഇതും 400 e⁻² ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇത് <0 ആണ്. <0 ആണ് ഈ വാല്യൂ. സോ ഇതൊരു സാഡിൽ പോയിന്റ് ആണ്. ഇതെന്താണ്, സാഡിൽ പോയിന്റ് ആണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഈൻ്റെ വാല്യൂ എന്താണെന്ന് അപ്പോൾ അറിയണം. ഓക്കെ, എന്തെങ്കിലും മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഈൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാൽക്കുലേറ്റർ ഉണ്ടാവില്ല എല്ലാവരുടെ കയ്യിലും. അപ്പോൾ ഈൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഈൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഒരു 2.71 അങ്ങനെ പോകുന്ന ഒരു വാല്യൂ, 718 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. അപ്പോൾ നോക്കിക്കേ, 400/e² എന്നല്ല ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.718 ആണ്. അപ്പോൾ 400 ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും പോസിറ്റീവേ ആവുള്ളൂ. ഓക്കെ, അതെന്തായാലും പോസിറ്റീവേ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും >0 ആയിരിക്കും. ഈ 4 കേസസും >0 ആണ്. >0 വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ f(x(x) നോക്കിയിട്ടാണ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, f(x(x) എന്ന് പറഞ്ഞിട്ട് ഇതാ മൈനസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മൈനസ് ആണ് വരുന്നത്. ഈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും എന്തായിട്ട് മാറും? ഇത് രണ്ടും ലോക്കൽ മാക്സിമം ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടോ, ഈ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, പിന്നെ 20 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇത് >0 ആയിരിക്കും ഈ വാല്യൂ വരുന്നത്. >0 വന്നാൽ അത് ലോക്കൽ മിനിമം ആണ്. അതങ്ങനെയല്ലേ, >0 വന്നാൽ ലോക്കൽ മിനിമവും <0 വന്നാൽ ലോക്കൽ മാക്സിമം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളത് എഴുതണം. ഓക്കെ, ഓരോ പോയിന്റിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളത് എഴുതണം. അപ്പം അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം അതെന്താണെന്നുള്ളതും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ ലോക്കൽ മാക്സിമം ഒക്കർ ചെയ്യുന്ന പോയിൻ്റാണ് 1/√2, പിന്നെ -1/√2, -1/√2. ഈ രണ്ട് പോയിൻറ്റ്സിലാണ് ലോക്കൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. f(1/√2, 1/√2) എന്തായിരിക്കും? = 10 × 1/√2 × 1/√2 × (1/√2² എന്ന് പറഞ്ഞാൽ അത് 1/2, പിന്നെയും 1/√2² എന്ന് പറഞ്ഞാൽ അത് 1/2. അപ്പോൾ e⁻1 എന്നായിട്ട് മാറി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5e⁻1 എന്ന് നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ -1/2ൻ്റെ വാല്യൂ അപ്പോൾ എന്താ കിട്ടുക? -1/2 -1/√2 ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ 10 × -1/√2 × -1/√2 e⁻1 തന്നെ അവിടെയും വരുള്ളൂ അല്ലേ? -1 തന്നെ അവിടെ വരുള്ളൂ. അപ്പോൾ അവിടെയും കിട്ടുന്ന ആൻസർ എന്താണ്? 5e⁻1 എന്നാണ് അവിടെ കിട്ടുന്ന ആൻസർ. അപ്പം നമ്മൾ f(-1/√2) 1/√2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതുപോലെ തന്നെ f(1/√2) -1/√2 എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ആ വാല്യൂ എന്തായിരിക്കും? -5e⁻1 ആയിരിക്കും അവിടെ കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ എന്ത് പറയുക, മിനിമം വാല്യൂ. മിനിമം വാല്യൂ ഇതാണ് മാക്സിമം വാല്യൂ. ഓക്കെ, സോ അതെടുത്ത് എഴുതണം കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ ലോക്കൽ എക്സ്ട്രീമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക്കൽ മാക്സിമം ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഇത് രണ്ടെണ്ണവും. ആ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഇവിടുത്തെ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. 0 എന്നുള്ളത് ഒരു സാഡിൽ പോയിന്റ് ആണ്. അപ്പോൾ അത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു റെഗുലർ എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. സോ അത്രയേ ഉള്ളൂ.